ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ സുവിശേഷത്തിൽ ശിമയോൻ്റെയും അന്ത്രയോസിൻ്റെയും ഭവനത്തിലെത്തുന്ന ഈശോ പനി പിടിച്ച് കിടന്ന ശിമയോൻ്റെ അമ്മായിയമ്മയെ സൗഖ്യപ്പെടുത്തുകയാണ്. അതോടൊപ്പം ആ ഭവനത്തിലേക്ക് കടന്നു വന്ന എല്ലാ രോഗികളെയും സൗഖ്യപ്പെടുത്തി പിശാചുകളെ പുറത്താക്കി. ഈശോ ഒരു ക്രിസ്തു ശിഷ്യൻ്റെ, ഒരു ക്രിസ്ത്യാനിയുടെ ദൗത്യം എന്താണെന്ന് തൻ്റെ ശിഷ്യരെ തൻ്റെ കൂടെ നിർത്തി പഠിപ്പിക്കുകയായിരുന്നു. ഭവനങ്ങളിലൂടെയും ദേശങ്ങളിലൂടെയും കടന്നു പോകണം, വചനം പ്രഘോഷിക്കുകയും രോഗികളെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യണം. ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും പരമപ്രധാനമായ ദൗത്യം. അതാണ് വചനത്തിലൂടെ ഈശോ പറയുന്നത്. ജെറുസലേമിലും യൂദയായിലും സമാരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുക. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈശോ വീണ്ടും അരുളി ചെയ്യുന്നുണ്ട്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ, രോഗികളുടെ മേൽ കൈകൾ വെച്ച് അവരെ സുഖപ്പെടുത്തുവിനെന്ന്. വചനം പ്രഘോഷിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ മനനം ചെയ്യണം. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ വചനം മാംസം ധരിച്ചതുപോലെ നമ്മുടെ ഹൃദയം വചനത്താൽ നിറയണം. രോഗികളെ സുഖപ്പെടുത്തണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിനേറ്റിട്ടുള്ള എല്ലാ മുറിവുകളും ക്ഷതങ്ങളും ഈശോയുടെ തിരുമുറിവിനാൽ സൗഖ്യമാക്കപ്പെടണം. ഹൃദയത്തിൽ മുറിവുകളുള്ള ഒരു വ്യക്തിക്ക്, ഹൃദയത്തിൽ ക്ഷതങ്ങളേറ്റിട്ടുള്ള ഒരു വ്യക്തിക്ക് ഹൃദയം മുറിഞ്ഞിരിക്കുന്നവൻ്റെ മുറിവുകൾ ഉണക്കുവാനോ സൗഖ്യം കൊടുക്കുവാനോ സാധിക്കില്ല. വചനത്താൽ നിറയാത്ത, ആത്മാവിനാൽ നിറയാത്ത ഒരു വ്യക്തിക്ക് വചനം പ്രഘോഷിക്കുവാനോ അപരന് വചനം പകർന്നു കൊടുക്കുവാനോ സാധിക്കില്ല. എൻ്റെ ഹൃദയത്തിലെ മുറിവുകളെ സൗഖ്യപ്പെടുത്തണമേ, എൻ്റെ ഹൃദയത്തെ അവിടുത്തെ വചനത്താൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.